Assalamu alaikum. Hi my dears. How are you all? Are you fine? Okay, let's start our class with the dua. Rabbi yassir wala tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, we completed chapter 10. Name of the lesson is എന്താണ്? Force. അപ്പം നമ്മൾ അതിൻ്റെ നോട്ട് നമുക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Are you ready? If you open your fair note and listen. First portion we have fill in the blanks. And the first question. A push or pull acting on an object is called dash. A push or pull acting on an object is called dash. What's the answer? Force. Say the spelling. F-O-R-C-E. Force. A push or pull acting on an object is called force. Second one, the dash, the pull, comma, the faster something moves along. The dash, the pull, the faster something moves along. അപ്പോൾ എങ്ങനെയുള്ള പുള്ളാണ് ഒരു വസ്തുവിനെ വേഗത്തിൽ നീക്കുന്നത്? Answer is harder. The harder the pull, the faster something moves along. Okay. Third one, dash force always pulls things towards the earth. The dash force always pulls things towards the earth. What's the answer? Gravitational force. Then gravitational force always pulls things towards the earth. Fourth one, to lift a bag, to lift a bag, a person applies dash force. അതായത് ഒരു ബാഗ് നമ്മൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ആൻസർ ഇസ് മസ്കുലാർ ഫോഴ്സ്. എന്താണ്? മസ്കുലാർ ഫോഴ്സ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. സെക്കൻഡ് വൺ, ദ ഡാഷ് ദ പുൾ ദ ഫാസ്റ്റർ സംതിങ് മൂവ്സ് അലോങ്. വാട്ട്സ് ദ ആൻസർ? ഹാർഡർ. ദ ഹാർഡർ ദ പുൾ, the faster something moves along. Third one, the dash force always pulls things towards earth. ഏത് ഫോഴ്സ് ആണ് ഒരു വസ്തുവിനെ എർത്തിലോട്ട് ആകർഷിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ലിസൺ ദ സ്പെല്ലിംഗ്. GRAVITATIONAL. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഫോർത്ത് വൺ, to lift a bag, a person applies dash force. Which force? Muscular force. ഏതാണ് ആൻസർ? മസ്കുലാർ ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി അപ്ലൈ ഡാഷ് ഫോഴ്സ് വെൻ വി യൂസ് എ മെഷീൻ ടു ഡു വർക്ക്. എന്താണ്? വി അപ്ലൈ ഡാഷ് ഫോഴ്സ് വെൻ വി യൂസ് എ മെഷീൻ ടു ഡു വർക്ക്. അതായത് മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് ഏതാണ്? മെക്കാനിക്കൽ ഫോഴ്സ്. വാട്ട് ഇസ് ആൻസർ? മെക്കാനിക്കൽ ഫോഴ്സ്. ഫിഫ്ത്ത് വൺ, മെക്കാനിക്കൽ ഫോഴ്സ്. ഓക്കെ. Sixth one, on applying brakes, a bicycle stops because of dash force. Which force? Frictional force. What is the answer? Frictional force. Okay. എല്ലാവർക്കും മനസ്സിലായല്ലോ? We have only 6 fill in the blanks. Next portion we have answer the following. Okay. The first question, name 2 objects whose shape can be changed using force. അതായത് ഏതെങ്കിലും 2 വസ്തുക്കളുടെ പേര് എഴുതാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? that shape we can change using force. ഫോഴ്സ് ഉപയോഗിച്ച് വസ്തുക്കളുടെ ഷേപ്പ് മാറ്റാൻ പറ്റുന്ന ഏതെങ്കിലും 2 വസ്തുക്കളുടെ പേര് എഴുതുക. വാട്ട്സ് ആൻസർ? ക്ലേ ആൻഡ് ഫ്ലോർ അല്ലേ? അപ്പം എന്താണ് ക്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലേ നമുക്ക് ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലോർ അല്ലേ? ക്ലേ ആൻഡ് ഫ്ലോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 ways in which force helps you in everyday life. Right? 3 ways in which force helps you in everyday life. അതായത് നമ്മൾ ഡെയിലി നമ്മൾ പ്രയോഗിക്കുന്ന ഏതെങ്കിലും 3 ഫോഴ്സുകളുടെ പേര് എഴുതുക. ഫസ്റ്റ് വൺ, കിക്കിംഗ് എ ഫുട്ബോൾ. എന്താണ് കിക്കിംഗ് എ ഫുട്ബോൾ? സെക്കൻഡ് വൺ, ഷാർപ്പനിങ് എ പെൻസിൽ. ദെൻ ഓപ്പണിംഗ് എ ഡോർ. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് മിസ് തന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മസ്കുലാർ ഫോഴ്സ് ആൻഡ് മെക്കാനിക്കൽ ഫോഴ്സ്. അപ്പം മസ്കുലാർ ഫോഴ്സും മെക്കാനിക്കൽ ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാം. എന്തൊക്കെയാണ് മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് ക്ലാസ് ടൈമിൽ കുറേ വട്ടം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും നോട്ട്ബുക്കിലോട്ട് നോക്കാം. ദ ഫോഴ്സ് അപ്ലൈഡ് യൂസിങ് ദ മസിൽസ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ലൈക്ക് ഹാൻഡ്സ് ഓർ ലെഗ്സ് ഈസ് നോൺ ആസ് മസ്കുലാർ ഫോഴ്സ്. എന്താണ്? ദ ഫോഴ്സ് അപ്ലൈഡ് യൂസിങ് ദ മസിൽസ് ഓഫ് different parts of the body like hands or legs is known as muscular force. എന്താണ് muscular force? The force applied using the muscles of different parts of our body like hands or legs is known as muscular force. അതായത് നമ്മളെ ബോഡി പാർട്സ് ആയ ഹാൻഡ്സോ ലെഗ്സോ ഉപയോഗിച്ച് നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? മസ്കുലാർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റണ്ണിങ്, സ്വിമ്മിങ്. ഓക്കെ, there are many examples, then you can write any two, running or swimming. Okay, next എന്തായിരുന്നു? മെക്കാനിക്കൽ ഫോഴ്സ്. എന്താണ് മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? The force that aids in getting work done using a tool is known as mechanical force. The force that aids in getting work done using a tool is known as mechanical force. അതായത് ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്ത് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഷേപ്പിംഗ് പ്ലാന്റ്സ് യൂസിങ് ഗാർഡൻ സിസേഴ്സ്. ഷേപ്പിംഗ് പ്ലാന്റ്സ് യൂസിങ് ഗാർഡൻ സിസർ. അതായത് സിസർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിന് ഷേപ്പ് വരുത്തുന്നു. അതാണ് എന്ത്? മെക്കാനിക്കൽ ഫോഴ്സിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് ഫ്രിക്ഷൻ ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ്? എന്താണ് ഫ്രിക്ഷൻ ഓർ അല്ലെങ്കിൽ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? Listen, the force that slows down or stops a moving body is called friction or frictional force. എന്താണ്? The force that slows or stops a moving body. അതായത് ഏതെങ്കിലും ഒരു ഫോഴ്സ് ദാറ്റ് അതെന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ, ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? സ്ലോ ചെയ്യുന്നു. അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് എ മൂവിങ് ബോഡി, ചലിക്കുന്ന ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രിക്ഷൻ ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ എന്താണ്? വെൻ വി റൈഡ് എ ബൈസൈക്കിൾ വി യൂസ് ബ്രേക്സ് ടു സ്റ്റോപ്പ് ഇറ്റ്. നമ്മൾ സൈക്കിൾ ഇങ്ങനെ റൈഡ് ചെയ്യുകയാണ്, ദാറ്റ് ടൈം വി യൂസ് എ ബ്രേക്ക് ടു സ്റ്റോപ്പ് ഇറ്റ്. നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? സൈക്കിളിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രിക്ഷൻ ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു എക്സാമ്പിൾ എഴുതാൻ. എന്താണ് ആൻസർ? വെൻ വി ത്രോ എ ബോൾ അപ്പ് ഇൻ ദ എയർ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് ദെൻ ഫോൾസ് ബാക്ക് ടു ദി ഗ്രൗണ്ട്. വെൻ വി ത്രോ എ ബോൾ അപ്പ് ഇൻ ദ എയർ, നമ്മൾ എന്ത് ചെയ്യുന്നു? വെൻ വി ത്രോ എ ബോൾ അപ്പ് ഇൻ ദ എയർ, നമ്മൾ എയറിലോട്ട് ഒരു ബോൾ ത്രോ ചെയ്യുന്നു. ദാറ്റ് ടൈം ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് കംസ് ബാക്ക് ടു ദ ഗ്രൗണ്ട്. അത് എവിടെ തന്നെ തിരിച്ചു വരുന്നു? ഇറ്റ് കംസ് ബാക്ക് ടു ദി ഗ്രൗണ്ട്. അപ്പോൾ അതാണ് ഏത് ഫോഴ്സിൻ്റെ എക്സാമ്പിളാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ആൻസർ ദ ഫോളോയിങ് മിസ് ഒന്നുകൂടി റീഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഏതായിരുന്നു? നെയിം ടു ഒബ്ജെക്റ്റ് whose shape can be changed using force. What is the answer? Clay and floor. Okay, write 3 ways in which force helps you in everyday life. For ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? 3 ways ഏതൊക്കെയായിരുന്നു? kicking a football, sharpening a pencil, opening a door. Next one, write the difference between muscular force and gravitational force, mechanical force. Listen all of you. The force applied using the muscles of different parts of body like hands or legs is known as muscular force. Okay, എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു കാണുമെന്ന് മിസ് കരുതുന്നു. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ദ ഫോഴ്സ് അപ്ലൈഡ് യൂസിങ് ദ മസിൽസ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി ലൈക്ക് ഹാൻഡ്സ് ഓർ ലെഗ്സ് ഈസ് നോൺ ആസ് മസ്കുലാർ ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ സ്വിമ്മിങ്, റണ്ണിങ്. നെക്സ്റ്റ്, ദ ഫോഴ്സ് ദാറ്റ് എയ്ഡ്സ് ഇൻ getting work done using a tool is known as എന്താണ്? മെക്കാനിക്കൽ ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ ഷേപ്പിംഗ് പ്ലാന്റ്സ് യൂസിങ് എ ഗാർഡൻ സിസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കോൾഡ് ഫ്രിക്ഷൻ ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ്? The force that slows down air or stopping
A moving body is called friction or frictional force. Example, when we ride a bicycle, we use brakes to stop it. Okay. Then gravitational force in example ഏതാണ്? When we throw a ball up in the air, it goes up and then falls back to the ground. Okay, inshallah. അപ്പോൾ എല്ലാവരും ഫെയർ നോട്ട് നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ ആൻസർ ദ ഫോളോയിങ് നിങ്ങൾ ഓൾ നോട്ടിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ we can meet in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.